Hello students, welcome to another video of compressible fluid flow. ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ അതായത് പാർട്ട് 7 വീഡിയോയിൽ നമ്മൾ വേരിയസ് റെജിംസ് ഓഫ് ഫ്ലോ എന്ന പോർഷനായിട്ട് ബന്ധപ്പെട്ട ഇൻകംപ്രസിബിൾ ഫ്ലോയും സബ്സോണിക് ഫ്ലോയും ഡീൽ ചെയ്തു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേരിയസ് റെജിംസ് ഓഫ് ഫ്ലോയിൽ ട്രാൻസോണിക് ഫ്ലോ, സൂപ്പർസോണിക് ഫ്ലോ, അതേപോലെ ഹൈപ്പർസോണിക് ഫ്ലോ ഇതായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് ഡീൽ ചെയ്യണത്. ട്രാൻസോണിക് ഫ്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് ട്രാൻസോണിക് ഫ്ലോ എന്താണെന്നുള്ളതാണ്. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദി ഫ്ലോ മാക് നമ്പർ ഈസ് അറൌണ്ട് യൂണിറ്റി, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0.8 ആൻഡ് 1.2, then the flow is known as transonic flow. അപ്പോൾ ഒരു ഫ്ലോ റീജിയനെ ട്രാൻസോണിക് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഫ്ലോ മാക് നമ്പർ എന്നുള്ളത് 0.8നും 1.2നും ഇടയിലായിരിക്കണം. അപ്പോൾ ഈ ഒരു ട്രാൻസോണിക് ഫ്ലോ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ട് കേസസ് ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ എൻട്രി മാക് നമ്പർ എന്നുള്ളത് 0.8നും 1നിടയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ കേസിൽ എൻട്രി മാക് നമ്പർ എന്നുള്ളത് 1നും 1.2നും ഇടയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നേരത്തെ സബ്സോണിക് ഫ്ലോയിൽ വരച്ചതുപോലെ തന്നെ എയറോഫോയിൽ വരയ്ക്കണം. ആദ്യത്തെ കേസിൽ എൻട്രി മാക് നമ്പർ 0.8നും 1നും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ കേസിൽ എയറോഫോയിൽ വീണ്ടും വരയ്ക്കേണ്ടി വരും. പക്ഷേ എൻട്രി മാക് നമ്പർ എന്നുള്ളത് 1നും 1.2നും ഇടയിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. എയറോഫോയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. പക്ഷേ എൻട്രി മാക് നമ്പർ എന്നുള്ളത് 0.8നും 1നും ഇടയിലാണ്. സപ്പോസ് ഒരു 0.9 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻട്രി ചെയ്യണ മാക് നമ്പർ 0.9. നേരത്തെ നമ്മൾ സബ്സോണിക്കിൽ വരച്ചതുപോലെ ഒരു റെഡ് ലൈൻ വരച്ചു, അതിന് ലെഫ്റ്റിലേക്ക് എൻട്രി, അവിടെ മാക് നമ്പർ 0.9. ഇനി നമുക്കറിയാം എയറോഫോയിലിൻ്റെ താഴെയും മാക് നമ്പർ 0.9 തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനും താഴെയായിരിക്കും, വലിയ ചേഞ്ച് ഉണ്ടാവില്ല, 0.9 തന്നെയാണെന്ന് വിചാരിക്കാം. ഇനി ഈ ഗ്യാസ് എൻ്റർ ചെയ്തു, നമുക്ക് മേലെ കൂടി പോകുന്ന ഗ്യാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, കാരണം അവിടെയാണ് മാക് നമ്പർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്തു, എയറോഫോയിലിൻ്റെ മേലെ കൂടി ഫ്ലോ ചെയ്യും തോറും മാക് നമ്പർ പതിയെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ റെഡ് ലൈൻ മുതൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ട് ലൈൻ വരെ മാക് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കും. പക്ഷേ പതിയെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും മാക് നമ്പർ ഈക്വൽ ടു 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 1 ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു ഫിനോമിനൺ ഒക്കർ ചെയ്യുന്നുണ്ട്. ആ ഫിനോമിനയാണ് സോണിക് പോക്കറ്റ് എന്ന് പറയാം. സോണിക് പോക്കറ്റ്. ആ സോണിക് പോക്കറ്റ് ഒക്കർ ചെയ്തതിന് ശേഷം മാക് നമ്പർ വീണ്ടും ഇൻക്രീസ് ചെയ്യും, അതായത് 1ലും ഗ്രേറ്റർ ആകും. അപ്പോൾ 1 എത്തുമ്പോൾ സോണിക് പോക്കറ്റായി. അതിനുശേഷം വീണ്ടും ഇൻക്രീസ് ചെയ്ത് 1.1 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. പക്ഷേ ഒരു പർട്ടിക്കുലർ മാക് നമ്പർ എത്തുമ്പോഴേക്കും ഒരു ഷോക്ക് വേവ് ഒക്കർ ചെയ്യും. ആ ഷോക്ക് വേവ് കാരണം ഈ മാക് നമ്പർ ആ ഷോക്ക് വേവിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മാക് നമ്പർ, അതായത് സൂപ്പർസോണിക് റീജിയനിലുള്ള മാക് നമ്പർ പെട്ടെന്ന് അതെന്തായിട്ട് മാറും? ലെസ് ദാൻ 1 ആയിട്ട് മാറും. അതായത് വീണ്ടും അത് സബ്സോണിക് റീജിയനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് പറയേണ്ടത്. ഞാനൊന്നുകൂടി പറയാം. എൻട്രി ചെയ്ത ഗ്യാസ് 0.9ലാണ്. അത് എയറോഫോയിലിൻ്റെ മേലേക്ക് കൂടി ഫ്ലോ ചെയ്യും തോറും അതിൻ്റെ മാക് നമ്പർ ഇൻക്രീസ് ചെയ്ത് ഈക്വൽ ടു 1, മാക് നമ്പർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ വരും. അവിടെ ഉണ്ടാകുന്ന ഫിനോമിനൻ്റെ പേരാണ് സോണിക് പോക്കറ്റ്സ്. സോണിക് പോക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻക്രീസ് ചെയ്യും, മാക് നമ്പർ 1ലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സൂപ്പർസോണിക് റീജിയനാവും. അതാണ് ഈ കാണുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ മാക് നമ്പർ എത്തുമ്പോൾ ഫ്ലോയിൽ ഷോക്ക് വേവ് ഒക്കർ ചെയ്യുകയും ആ ഷോക്ക് വേവ് കാരണം ഈ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള മാക് നമ്പർ ഷോക്ക് വേവ് കാരണം തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ലെസ് ദാൻ 1 ആയിട്ട് മാറും. അതായത് സബ്സോണിക് റീജിയനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് പറയേണ്ട എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എൻട്രി സമയത്ത് 0.9 ആണ്, എയറോഫോയിലിൻ്റെ താഴെ 0.9 ആണ്. ഇനി എയറോഫോയിലിൻ്റെ മേലെ ഒരു ലെസ് ദാൻ 1 റീജിയൻ രണ്ട് സ്ഥലത്തുണ്ട്, ഇവിടെയുണ്ട് അതേപോലെ ഇവിടെയുണ്ട്. അപ്പോൾ അത് രണ്ടും സബ്സോണിക് റീജിയൻ ആണ്. അതേ സമയത്ത് ഇതിനിടയിലായിട്ട് ഒരു സൂപ്പർസോണിക് റീജിയൻ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മിക്സഡ് ഫ്ലോ ആണ്, അതായത് സബ്സോണിക് റീജിയൻ ഉണ്ട്, ഒരു സൂപ്പർസോണിക് റീജിയൻ ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റ് കേസിലെ ട്രാൻസോണിക് ഫ്ലോ. അപ്പോൾ ഇതൊരു ട്രാൻസോണിക് ഫ്ലോ ആണ്, കാരണം ഇവിടെ എന്തുണ്ട്? ഒരു സബ്സോണിക് റീജിയൻസും അതേപോലെ സൂപ്പർസോണിക് റീജിയനും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പറയേണ്ട കേസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് താഴെ എഴുതിയിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹിയർ ഇനിഷ്യൽ മാക് നമ്പർ ഈസ് എയ്തർ ലെസ് ദാൻ യൂണിറ്റി ബട്ട് ക്ലോസ് ടു യൂണിറ്റി. അതായത് എൻട്രി മാക് നമ്പർ എന്നുള്ളത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 1നോട് വളരെ അടുത്ത വാല്യൂ ആയിരിക്കും, അതായത് 0.9 0.95 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0.8 എന്നുള്ള വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ദി ഫിനോമിന ഓഫ് സോണിക് പോക്കറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ആസ് സൂൺ ആസ് ലോക്കൽ മാക് നമ്പർ റീച്ചസ്.
അതായത് ലോക്കൽ മാക് നമ്പർ 1 ആകുമ്പോൾ അവിടെ ഒക്കർ ചെയ്യുന്ന ഫിനോമിനൻ്റെ പേരാണെന്ത്? സോണിക് പോക്കറ്റ്. ആൻഡ് സബ്സിക്വൻ്റ്ലി ടെർമിനേറ്റ്സ്, അതായത് മാക് നമ്പർ 1 ആകുമ്പോൾ സോണിക് പോക്കറ്റ് ഒക്കർ ചെയ്യും, അതനുസരിച്ച് മാക് നമ്പർ എന്ത് ചെയ്യും? സൂപ്പർസോണിക് റീജിയനിലേക്ക്, അതായത് 1ലും ഗ്രേറ്റർ ആയിട്ട് മാറും. അത് പിന്നീട് ടെർമിനേറ്റ് ചെയ്യപ്പെടും, അതായത് സോണിക് പോക്കറ്റ് ഫിനോമിന ടെർമിനേറ്റ് ചെയ്യപ്പെടും. എവിടെ വെച്ച്? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ എയറോഫോയിലിൻ്റെ തുടക്കം അപ്സ്ട്രീം, അതിൻ്റെ ബാക്കിലേക്ക് പോകുന്നതോറും അതെന്താണ്? ഡൗൺ സ്ട്രീമിൽ വെച്ച് ഒരു ഷോക്ക് വേവ് ഒക്കെ ചെയ്യും. ഡൗൺ സ്ട്രീം വിത്ത് എ ഷോക്ക് വേവ് അക്രോസ് വിച്ച് ദർ ഈസ് ഡിസ്കണ്ടിന്യൂസ് ആൻഡ് സഡൻ ചേഞ്ചസ് ഇൻ ഫ്ലോ പ്രോപ്പർട്ടീസ്, അതായത് ഫ്ലോ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് പിന്നീട് അത് തിരിച്ച് സബ്സോണിക് റീജിയനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ട്രാൻസോണിക്കിലെ ഫസ്റ്റ് കേസായിട്ട് പറയേണ്ട കേസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായതായിട്ട് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് കേസിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് കേസിൽ വീണ്ടും നമ്മൾ ഒരു എയറോഫോയിൽ വരച്ചു. ഇവിടെ നമ്മൾ മാക് നമ്പർ കാണിക്കുന്നത് 1നും 1.2 എൻട്രി. ഇനി ഇവിടെ 2-3 കാര്യങ്ങൾ പറയണം. നേരത്തെ നമ്മൾക്ക് ഇവിടെ ഇതിന് മുന്നേ വരച്ച ഫിഗറിൽ നമ്മൾക്കൊരു ഷോക്ക് വേവ് ഉണ്ട്, അതിവിടെയാണ്. ഇനി ഇവിടെ ആ ഒരു ഷോക്ക് വേവ് ട്രെയിലിംഗ് എഡ്ജിലേക്ക് മാറും. അതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഓർക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഒക്കർ ചെയ്ത ഷോക്ക് വേവ് എന്നുള്ളത് അത് ട്രെയിലിംഗ് എഡ്ജിലേക്ക് മാറും. എയറോഫോയിലിന് 2 ഭാഗമുണ്ട്, ഒന്ന് ലീഡിംഗ് എഡ്ജ്, ഒന്ന് ട്രെയിലിംഗ് എഡ്ജ്. എൻട്രി ചെയ്യുന്ന, അതായത് ഗ്യാസ് എൻട്രി ചെയ്യുന്ന എഡ്ജിനെ നമ്മൾ ലീഡിംഗ് എഡ്ജ് എന്നും ഫ്ലോ എയറോഫോയിൽ നിന്ന് പുറമേക്ക് പോകുന്ന എഡ്ജിനെ നമുക്ക് ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ കാണിച്ച ഷോക്ക് വേവ് 1നും 1.2 ഇടയിലാണ് മാക് നമ്പർ എങ്കിൽ അതെവിടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും? ട്രെയിലിംഗ് എഡ്ജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു പോയിന്റ്. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഷോക്ക് വേവ് കൂടി ഇവിടെ ഉണ്ടാവും. നേരത്തെ ഒരു ഷോക്ക് വേവ് മാത്രമേ ഉള്ളൂ, ഇവിടെ 2 ഷോക്ക് വേവ് ഉണ്ടാവും. ഒരു ഷോക്ക് വേവ് അതിൻ്റെ ട്രെയിലിംഗ് എഡ്ജിലും മറ്റൊന്ന് ലീഡിംഗ് എഡ്ജിനും എഹെഡായിട്ട്, അതിനും മുന്നിലായിട്ട് ഒരു ഷോക്ക് വേവ് ഉണ്ടാവും. അതിനെ നമ്മൾ ബോ ഷോക്ക് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു എയറോഫോയിലിൻ്റെ ട്രെയിലിംഗ് എഡ്ജിൽ ഒരു ഷോക്ക് വേവ് ഉണ്ട്, അതേപോലെ ലീഡിംഗ് എഡ്ജിന് എഹെഡായിട്ട് ഒരു ഷോക്ക് വേവ് ഉണ്ട്. അതിനെ നമ്മൾ ബോ ഷോക്ക് എന്നാണ് വിളിക്കുക. ഇനി എൻട്രി ചെയ്യുന്ന മാക് നമ്പർ 1നും 1.2 ഇടയിലാണ്. അതായത് എൻട്രി ചെയ്യുമ്പോൾ സൂപ്പർസോണിക് റീജിയനിലുള്ള ഫ്ലോയാണ് എൻട്രി ചെയ്യുന്നത്. കാരണം സൂപ്പർസോണിക് എന്ന് വെച്ചാൽ 1നും മേലെയുള്ള എന്താണ് ഗ്യാസാണ് എൻട്രി ചെയ്യുന്നത്. പക്ഷേ ഈ ബോ ഷോക്ക് കാരണം മാക് നമ്പർ കുറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോക്ക് വേവിലൂടെ കടന്നു പോയാൽ മാക് നമ്പർ ചെയ്യും ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ എൻട്രി ചെയ്യുന്ന മാക് നമ്പർ എത്രയാണ്? 1ലും ഗ്രേറ്റർ ആണ്. പക്ഷേ ഈ ബോ ഷോക്കിൻ്റെ പ്രസൻസ് കാരണം ആ മാക് നമ്പർ കുറഞ്ഞ് അതെന്തായിട്ട് മാറും? ലെസ് ദാൻ 1 ആയിട്ട് മാറും. അപ്പോൾ എൻട്രി ചെയ്തത് സൂപ്പർസോണിക്, ബോ ഷോക്കിലൂടെ എൻട്രി ചെയ്തപ്പോഴേക്കും അതെന്തായി മാറി? സബ്സോണിക് ആയിട്ട് മാറി. പിന്നീട് എയറോഫോയിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴേക്കും വീണ്ടും മാക് നമ്പർ ഇൻക്രീസ് ചെയ്ത് വീണ്ടും എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു എയറോഫോയിൽ വരയ്ക്കുക, അതിൻ്റെ ട്രെയിലിംഗ് എഡ്ജിലും അതേപോലെ ലീഡിംഗ് എഡ്ജിന് എഹെഡായിട്ടും ഓരോ ഷോക്ക് കാണിക്കുക. മുന്നിൽ ലീഡിംഗ് എഡ്ജിലുള്ള ഷോക്കിനെ ബോ ഷോക്ക് എന്നാണ് പറയാം. എൻട്രി ചെയ്യുന്ന മാക് നമ്പർ ഈ കേസിൽ, സെക്കൻഡ് കേസിൽ 1 അല്ലെങ്കിൽ 1നും ഗ്രേറ്ററോ ആയിരിക്കും, 1.2 ഇടയിലായിരിക്കും. അത് ബോ ഷോക്കിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂപ്പർസോണിക് അല്ലെങ്കിൽ 1ലും ഗ്രേറ്റർ ആയിട്ടുള്ള മാക് നമ്പർ കുറഞ്ഞ് ലെസ് ദാൻ 1 ആയിട്ട് മാറും. പിന്നീട് എയറോഫോയിലൂടെ ആ ഒരു ഗ്യാസ് മൂവ് ചെയ്യും തോറും അത് ഗ്രേറ്റർ ദാൻ 1 റീജിയനിലേക്ക് തിരിച്ചു വരും, അതായത് സൂപ്പർസോണിക് ആയിട്ട് മാറും. അത് പിന്നെ ട്രെയിലിംഗ് എഡ്ജിലൂടെ പുറമേക്ക് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് സെക്കൻഡ് കേസിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദി ഇനിഷ്യൽ മാക് നമ്പർ ഈസ് എയ്തർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ദി ഷോക്ക് പാറ്റേൺ വിൽ മൂവ് ടുവേർഡ്സ് ട്രെയിലിംഗ് എഡ്ജ് ആൻഡ് എ സെക്കൻഡ് ഷോക്ക് വേവ് അപ്പിയേഴ്സ് ഇൻ ദി ലീഡിംഗ് എഡ്ജ് വിച്ച് ഈസ് കോൾഡ് ആസ് ബോ ഷോക്ക്. അതായത് നമ്മളുടെ 2 ഷോക്ക് ഉണ്ടാവും, ഒന്ന് ട്രെയിലിംഗ് എഡ്ജിലും മറ്റൊന്ന് ലീഡിംഗ് എഡ്ജിന് എഹെഡായിട്ടും. അതിൽ ലീഡിംഗ് എഡ്ജിന് എഹെഡായിട്ടുള്ള ഷോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബോ ഷോക്ക് എന്ന് വിളിക്കുക. ഇനി ആസ് ദി ഫ്ലോ ഹാസ് ജസ്റ്റ് പാസ്ഡ് ത്രൂ ദി ബോ ഷോക്ക് എ ലോക്കൽ സബ്സോണിക് റീജിയൻ ഒക്കേഴ്സ് വിച്ച് അഗെയിൻ ഗെറ്റ് കൺവേർട്ടഡ് ടു സൂപ്പർസോണിക്. നമ്മൾ പറഞ്ഞതാണ്, അതായത് ബോ ഷോക്കിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു റീജിയൻ എന്തായിട്ട് മാറും? സബ്സോണിക് ആയിട്ട് മാറും. പിന്നീട് എയറോഫോയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സബ്സോണിക് റീജിയൻ വീണ്ടും എന്തായിട്ട് മാറും? അത് സൂപ്പർസോണിക് റീജിയനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ട്രാൻസോണിക് റീജിയനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സൂപ്പർസോണിക് ഫ്ലോ. സൂപ്പർസോണിക് ഫ്ലോയുടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. എ ഫ്ലോ ഫീൽഡ് വേർ മാക് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി എവരിവേർ ഈസ് ഡിഫൈൻഡ് ആസ് സൂപ്പർസോണിക് ഫ്ലോ. അതായത് ഒരു ഫ്ലോ റീജിയനിൽ മാക് നമ്പർ എന്നുള്ളത് എല്ലാ പോയിന്റുകളിലും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെയാണ് സൂപ്പർസോണിക് ഫ്ലോ എന്ന് പറയുക. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം.
അതിനുവേണ്ടി ഇവിടെ ഒരു എയറോഫോയിൽ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ട്രാൻസോണിക് ഫ്ലോയിലും അതേപോലെ സബ്സോണിക് റീജിയനിലും നമ്മൾ പഠിച്ച എയറോഫോയിൽ ഷേപ്പ് അല്ല ഇവിടെ വരുന്നത്. ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ടിപ്പുള്ള എയറോഫോയിൽ ഷേപ്പാണ്. അതിന് കാരണം സൂപ്പർസോണിക് ഫ്ലോ ആകുമ്പോഴേക്കും ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. എന്താണ് ഡ്രാഗ് ഫോഴ്സ് എന്നുള്ളത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോ മുതൽ ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അത് സബ്സോണിക്കിലും ഉണ്ട്, ട്രാൻസോണിക്കിലും ഉണ്ട്, പക്ഷേ ഇഫക്റ്റ് വളരെ കുറവാണ്. അതേസമയത്ത് സൂപ്പർസോണിക് ഫ്ലോ മുതൽ ഉള്ള കാര്യങ്ങൾക്ക് ഈ ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള എയറോഫോയിൽ ഷേപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ എയറോഫോയിൽ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എൻട്രി മാഗ് നമ്പർ 1.2ലും ഗ്രേറ്റർ ആയിരിക്കണം. അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. സൂപ്പർസോണിക് ഫ്ലോ ആകണമെങ്കിൽ എൻട്രി മാഗ് നമ്പർ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 1.2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 1.2ലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു മാഗ് നമ്പർ ഉള്ള ഗ്യാസാണ് എൻട്രി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് റീജിയനിൽ ഈ ഒരു എയറോഫോയിലിൻ്റെ ടിപ്പിൽ ലീഡിംഗ് ടിപ്പിൽ ഒരു ഒബ്ലിക് ഷോക്ക് ഉണ്ടാവും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഒബ്ലിക് ഷോക്ക്, അതേപോലെ നോർമൽ ഷോക്ക് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫ്ലോ നടക്കുന്നു, ആ ഫ്ലോയുടെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫ്ലോ ഡയറക്ഷന് നോർമലായിട്ട് അതല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാകുന്ന ഷോക്ക് വേവിനെയാണ് നമ്മൾ നോർമൽ ഷോക്ക് എന്ന് വിളിക്കുക. അതേസമയത്ത് ഫ്ലോയ്ക്ക് ഇതാണ് ഫ്ലോ, അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഉണ്ടാകുന്ന ഷോക്ക് വേവ് ആണ് ഒബ്ലിക് ഷോക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് നോർമൽ ഷോക്ക് അല്ല, ഒരു ഒബ്ലിക് ഷോക്കാണ്. അപ്പോൾ അതെവിടെയാണ് ഉണ്ടാവുക? അത് ലീഡിംഗ് എഡ്ജിലാണ്. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോയുടെ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എയറോഫോയിലിന് ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഡിംഗ് എഡ്ജിൽ ഒരു ഒബ്ലിക് ഷോക്ക് ഉണ്ടാവും. ഇനി എക്സ്പ്ലനേഷനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു മാഗ് നമ്പർ ഗ്രേറ്റർ ദാൻ 1.2 ആയിരിക്കണം എൻട്രി ചെയ്യേണ്ടത്. സപ്പോസ് എൻട്രി ചെയ്യുന്നത് ഒരു 2 ആണെന്ന് വിചാരിക്കുക. 2 മാഗ് നമ്പർ ഉള്ള ഗ്യാസാണ് എൻട്രി ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഷോക്ക് വേവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം മാഗ് നമ്പർ എന്ത് ചെയ്യും? കുറയും. പക്ഷേ മാഗ് നമ്പർ കുറഞ്ഞാലും എൻട്രി ചെയ്യുന്ന 2 ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും മാഗ് നമ്പർ ചിലപ്പോൾ 1.3 തന്നെയാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 1 ചുമ്മാ ഒരു വാല്യൂ പറഞ്ഞതാണ്. അപ്പോൾ 2 ആണ് എൻട്രി ചെയ്തത്. ഷോക്ക് വേവിലൂടെ കടന്നു പോകുമ്പോൾ ആ വാല്യൂ എത്രയായി? 1.3 ആയിട്ട് കുറഞ്ഞു. അത് താഴെയും കുറയും. നേരത്തെ വരച്ച എയറോഫോയിലുകളിൽ താഴെ മാഗ് നമ്പർ കുറയുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം താഴെ വെലോസിറ്റി വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ നോക്കുക, രണ്ട് ഭാഗത്തും കുറയാനുള്ള സാധ്യതയുണ്ട്, കാരണം ഒരേപോലത്തെ ഷേപ്പാണ് താഴെയും മേലെയും. സോ മേലെയും അതേപോലെ താഴെയും മാഗ് നമ്പർ കുറഞ്ഞ് ചിലപ്പോൾ 1.3 വരെ കുറയും. പക്ഷേ നോക്കുക, ഈ റീജിയനിൽ ഈ എയറോഫോയിലിന് ചുറ്റുമുള്ള റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എല്ലാ പോയിന്റുകളിലും മാഗ് നമ്പർ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1.2 ആണ്, അല്ലെങ്കിൽ 1ലും ഗ്രേറ്റർ ആണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കേസിനെയാണ് നമ്മൾ സൂപ്പർസോണിക് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ, ഇൻ ഓർഡർ ടു മിനിമൈസ് ദി ഡ്രാഗ് ഓൾ എയറോഡൈനാമിക് ബോഡീസ് ഇൻ എ സൂപ്പർസോണിക് ഫ്ലോ ആർ ജനറലി കൺസിഡേർഡ് ടു ബി ഷാർപ്പ് എഡ്ജ്ഡ് ടിപ്പ്. അതായത് ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കുന്നത് വേണ്ടി സൂപ്പർസോണിക് ഫ്ലോയിലെ എയറോഡൈനാമിക് ബോഡീസ് എല്ലാം തന്നെ നമ്മളൊരു ഷാർപ്പ് എഡ്ജ്ഡ് ടിപ്പായിട്ടുള്ള ബോഡീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തേത്, എ സ്ട്രെയിറ്റ് ഒബ്ലിക് ഷോക്ക് ഈസ് സീൻ ടു അറ്റാച്ച് ടു ദി നോസ് ഓഫ് ദി ബോഡി വിത്ത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഫോർ ദി സ്ട്രീം ലൈൻസ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു എഡ്ജിലായിട്ട് ഒരു ഒബ്ലിക് ഷോക്ക് ഉണ്ടാവും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദി ഫ്ലോ മാഗ് നമ്പർ ഈസ് എബവ് യൂണിറ്റി ഫോർ ബോത്ത് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദി ഷോക്ക്. എന്താണ് അപ്സ്ട്രീം, എന്താണ് ഡൗൺ സ്ട്രീം? അതായത് ഈ ഒരു ഒബ്ലിക് ഷോക്കിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗം, അതായത് ഈ ഒരു റീജിയൻ അതിനെയാണ് നമ്മൾ അപ്സ്ട്രീം എന്ന് പറയുക. അതേസമയത്ത് ഷോക്കിന് ശേഷമുള്ള ഈ റീജിയൻ ആണ് എന്ത്? ഡൗൺ സ്ട്രീം. അപ്പോൾ അപ്സ്ട്രീം ആയിക്കോട്ടെ ഡൗൺ സ്ട്രീം ആയിക്കോട്ടെ മാഗ് നമ്പർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദി ഫ്ലോ മാഗ് നമ്പർ ഈസ് എബവ് യൂണിറ്റി ഫോർ ബോത്ത് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദി ഷോക്ക്. ഇനി ബിഹൈൻഡ് ദി ഒബ്ലിക് ഷോക്ക് ദി സ്ട്രീം ലൈൻസ് റിമെയിൻ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ബട്ട് ടേക്ക് ഡയറക്ഷൻ ഫോർ വെഡ്ജ്ഡ് സർഫസ്. അതായത് ഈ ഒരു ഒബ്ലിക് ഷോക്കിന് മുന്നേ എങ്ങനെയാണ്? സ്ട്രീം ലൈൻസ് പാരലലാണ്. അതിനുശേഷം, അതായത് ഒബ്ലിക് ഷോക്കിന് ശേഷവും അവ പാരലായിട്ട് നിൽക്കും, പക്ഷേ വെഡ്ജ്ഡ് സർഫസിന് പാരലായിട്ടായിരിക്കും പിന്നീട് ഫ്ലോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇനി പറയാനുള്ളത്. ബിഹൈൻഡ് ദി ഒബ്ലിക് ഷോക്ക് സ്ട്രീം ലൈൻസ് റിമെയിൻ സ്ട്രെയിറ്റ് and parallel but take the direction of wedged surface. Next one, hypersonic flow. A flow field where Mach number is greater than 5 is known as hypersonic flow.
അപ്പോൾ മാക് നമ്പർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 5 ആയിട്ടുള്ള ഫ്ലോയിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് ഫ്ലോ എന്ന് പറയുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സൂപ്പർസോണിക് ഫ്ലോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് ഒരു എയറോഫോയിൽ ഉണ്ട്, അതും എന്താണ് ഷാർപ്പ് എഡ്ജ്ഡ് ആണ്. ഇവിടെയും ഇതിൻ്റെ ടിപ്പിലായിട്ട് അല്ലെങ്കിൽ ലീഡിങ് ടിപ്പിലായിട്ട് ഒരു ഒബ്ലിക് ഷോക്ക് ഉണ്ടാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ വരച്ച ഒബ്ലിക് ഷോക്കും അതായത് സൂപ്പർസോണിക്കിൽ വരച്ച ഒബ്ലിക് ഷോക്കും ഇവിടെ വരയ്ക്കുന്ന ഒബ്ലിക് ഷോക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ലിക് ഷോക്ക് കൂടുതൽ വെഡ്ജ് ഷേപ്പിനോട് അടുത്തായിരിക്കും ഉണ്ടാവുക. കണ്ടല്ലോ, അപ്പോൾ ഈ രീതിയിൽ ഇതിനോട് ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെയുള്ള പ്രത്യേകത. എൻട്രി ചെയ്യുന്ന മാക് നമ്പർ എത്രയാണ്? 5ലും ഗ്രേറ്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒബ്ലിക് ഷോക്കിലൂടെ കടന്നു പോയാലും അതെന്തായിട്ട് മാറില്ല, ലെസ് ദാൻ 1 ആയിട്ട് മാറില്ല. അതായത് എല്ലാ ഭാഗത്തും സൂപ്പർസോണിക് റീജിയൻ ആയിരിക്കും ഒക്കർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ വരച്ച സൂപ്പർസോണിക്കിൻ്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെയും വരിക, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഒബ്ലിക് ഷോക്ക് മൂവ്സ് ക്ലോസർ ടു ദി ബോഡി സർഫസ്. അപ്പോൾ ബോഡി സർഫസിനോട് കൂടുതൽ അടുത്തായിരിക്കും ഒബ്ലിക് ഷോക്ക് ഉണ്ടാവുക. അതാണ് ഒരു ഡിഫറൻസ്. ഇനി ദി ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസസ് ഓൾമോസ്റ്റ് എക്സ്പ്ലോസീവ്ലി അക്രോസ് ദി ഷോക്ക് വേവ്. അതായത് ഇതിനു മുന്നേ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോ പഠിച്ചപ്പോഴും ട്രാൻസോണിക് ഫ്ലോ പഠിച്ചപ്പോഴും നമ്മൾ ഷോക്ക് വേവ്സിനെ പറ്റി പഠിച്ചായിരുന്നു. അവിടെയെല്ലാം ഷോക്ക് വേവിലൂടെ കടന്നു പോകുമ്പോൾ ഗ്യാസ് പ്രോപ്പർട്ടീസ് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുക. അതേസമയത്ത് ഹൈപ്പർസോണിക് ഫ്ലോയിലാണെങ്കിൽ ഷോക്ക് വേവിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാവും, പക്ഷേ അത് വളരെ അബ്രപ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് ഹൈപ്പർസോണിക് ഫ്ലോ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗർ നല്ല രീതിയിൽ പഠിക്കുക, ഈ 2 എക്സ്പ്ലനേഷനും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക്